സബ്ദിവിഷനും രമ്യാനി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ആയിരുന്നു. സദ്ഗുരുവേ ശരണം. ദൈവനിശ്ചയത്തോട് ചേർത്ത് വെച്ച് ജീവിതം സമർപ്പിക്കലാണ് ശാന്തിഗിരിയിലെ സന്യാസം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടേണ്ടവനാണ് സന്യാസി. എല്ലാ കർമ്മമേഖലകളിലും ഇടപെട്ട് അത് ദൈവനീതിക്ക് അനുസൃതമായി ധർമാനുസൃതം ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് സന്യാസിയുടെ ഉത്തരവാദിത്വമാണ്. 40ാം സന്യാസ ദീക്ഷാ വാർഷികത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന സത്സംഗത്തിന്റെ 4ാം ദിനമായ ഇന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ആദരണീയ ജനനി ഭരണശ്രീ ജ്ഞാന തപസ്വിനിയെ ക്ഷണിക്കുന്നു. കരുണാകരഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകരഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകരഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകരഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകരഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവരുടെ ദേവപരമ്പരയും എല്ലാവരുടെ ദേവീ പരമ്പരയും എല്ലാവരുടെ ഋഷി പരമ്പരയും എല്ലാവരുടെ ഗുരുപരമ്പരയും സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു ശബരിയുദ്ധത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിന്റേതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദ വന്ദനത്തിനായി ബ്രഹ്മചാരിണി സ്നേഹവല്ലി കേമിനെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജവന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജവന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാം കരുണയാം പൊരുളിന്നു ഞങ്ങളിലേകണേ കരുണാമയ. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജവന്ദനം. തവ പാദ പങ്കജവന്ദനം. തവ പാദ പങ്കജവന്ദനം. ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മചാരി സംഗമിത്ര നെസിനെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. ഭൗതിക ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മെ സദാ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിച്ചല്ലോ. അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയും? ഏവരെയും തുറിച്ചു നോക്കുന്ന ആ വിപത്തിനെ എങ്ങനെ നേരിടാം? പലരും ഉന്നയിക്കാവുന്ന ആശയമാണിത്. അവിടെ ഒന്നേ പറയാനുള്ളൂ: പ്രശ്നങ്ങളുടെ കേന്ദ്രസ്ഥാനമായ നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുക, സമാധാനം നൽകുക. ആ ശാന്തി നൽകാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എത്ര കഠോരമായാലും അതിന്റെ ശക്തി കുറഞ്ഞു തന്നെ വരുന്നതായി ബോധ്യപ്പെടും. അങ്ങനെ ക്രമേണ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മനസ്സിന് ശാന്തി നൽകുന്നത് എങ്ങനെ? അവിടെയാണ് ആശയങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കുടികൊള്ളുന്നത്. തിളച്ച് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന മനസ്സിനെ എങ്ങനെ പിടിച്ചു നിർത്താം? അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള അനേകം സംഭവങ്ങളുണ്ട്. ഈ ലോകത്ത് നമ്മുടെ മനുഷ്യശക്തിക്ക് അതീതമായി ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ കാണുന്നു. ആ ശക്തിയെ നാം വിശ്വസിക്കുക. വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. മനുഷ്യനുണ്ടായ കാലം മുതൽ ആ ശക്തിയുടെ തിളക്കം കണ്ടു തുടങ്ങി. അന്നു മുതൽ മനുഷ്യർ ആ ശക്തിയെ ആരാധിക്കാൻ തുടങ്ങി. ആ ആരാധന ഇന്നും തുടരുന്നു. മനുഷ്യനുള്ള കാലം വരെ അതു നിലനിൽക്കുകയും ചെയ്യും. സദ്ഗുരുവേ ശരണം. ഇന്ന് ഈ സത്സംഗത്തിൽ പ്രഭാഷണം നടത്തുന്നത്
മലയാള സാഹിത്യ സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള മഹത് വ്യക്തിത്വമായ ശ്രീ പ്രൊഫസർ MK സാനു അവർകളാണ്. അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങിയ വിവിധ ശാഖകളിലായി 40ഓളം കൃതികളും കർത്താവാണ് അദ്ദേഹം. കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര്. എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്ര, കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ശാന്തിഗിരി ആശ്രമത്തിന്റെ അഭ്യുദയാകാംക്ഷിയായ അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. ശാന്തിഗിരി ആശ്രമം മേധാവി കരുണാകര സ്വാമി, കരുണാകര ഗുരു തിരുവടികൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ സന്യാസവൃത്തിയെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുന്നത്. സന്യാസവൃത്തി എന്നതിന് ധാരാളം സങ്കല്പങ്ങൾ ലോകത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നാം അറിയുന്ന ഏറ്റവും വലിയ സന്യാസി സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം ഒരാശ്രമത്തിലൊതുങ്ങി പ്രാർത്ഥന മാത്രമായി കഴിഞ്ഞ വ്യക്തിയല്ല. ആശ്രമത്തിന് പുറത്ത് കിടന്ന് എവിടെയെല്ലാം മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാശ്ചാത്യ ദേശത്ത് പോയതിനു ശേഷം തിരിച്ചു വന്ന് അതിൻ്റെ ക്രിസ്തീയ മാതൃകയിൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ശ്രീരാമകൃഷ്ണ മിഷൻ. മിഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരെ സാന്ത്വനത്തോടുകൂടി സഹായിക്കുക എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനാണ്. അതിലേറ്റവും വലിയ മാതൃക ലോകത്തിൽ ക്രിസ്തീയ മിഷണറിമാർ തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ ചുണങ്ങംവേലിയിൽ ഒരു ദിവസം അവിടുത്തെ ആശ്രമം കാണുന്നതിന് വേണ്ടി പോയിരുന്നു. ചുണങ്ങംവേലിയിൽ 80ഉം 90ഉം അതിനുമേലും വയസ്സുള്ള വൃദ്ധന്മാരും വൃദ്ധകളും എഴുന്നേറ്റ് ഇരിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നതും അവരുടെ പായിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നതുമാണ് ഞാൻ കണ്ടത്. അവിടെ സന്യാസിനിമാരാണ് അവരെ ശുചിയാക്കി സമാസമയങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട് പോരുന്നത്. അതുപോലെ മറ്റു പല കേന്ദ്രങ്ങളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. പാശ്ചാത്യ സന്യാസിനിമാരെ കണക്കിലെടുത്താൽ ഇപ്പം ഇവിടെ തന്നെ HIV ബാധിച്ച കുട്ടികളുണ്ട്. അവരുടെ കുറ്റം കൊണ്ടല്ല, മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ്. അവരെ സംഘടിപ്പിക്കുന്ന ഒരു സിസ്റ്റർ ദീപ്തിയാണ്. അവർ ആ സംഘടനയുടെ പ്രസിഡന്റായി എന്നെയാണ് തിരഞ്ഞെടുത്തത്. സിസ്റ്റർ ദീപ്തി കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാണുകയും അവർക്ക് പ്രത്യാശ നൽകുകയും നിങ്ങളെ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പാട്ട് പാടാൻ കഴിയുന്ന പാട്ട് പാടിക്കും, നൃത്തം ചെയ്യാൻ കഴിയുന്നവരെ നൃത്തം ചെയ്യിക്കും, പടം വരയ്ക്കാൻ വരെ പടം വരയ്ക്കും. അങ്ങനെ അവരിൽ അന്തർലീനമായ വാസനാവിശേഷങ്ങൾ പ്രകാശനം നൽകുന്നതിനാണ് സിസ്റ്റർ ദീപ്തി പരിശ്രമിച്ചത്. എന്നല്ല, ഒരു ഘട്ടം വന്നപ്പോൾ അവരുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് കിഡ്നി രണ്ടും പ്രവർത്തിക്കാതായി. സിസ്റ്റർ ദീപ്തി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നി ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുകയാണെന്ന്. അതെല്ലാം സന്യാസിനിമാരാണ് ചെയ്യുന്നത്. സന്യാസിമാരും ഇതൊക്കെ ചെയ്യുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് സന്യാസി എന്ന് പറയുന്നത് ഒരാശ്രമത്തിൽ കഴിയുന്ന വ്യക്തിയല്ല. അവർ ഈശ്വര പൂജ, ഈശ്വരാന്വേഷണവുമായി ജീവിച്ച് അതേസമയം തന്നെ പൊതുജന മധ്യത്തിൽ പൊതുജനങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും വേദനകളും പരിഹരിക്കുന്നതിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത് പോലെയാണ്. കുമാരനാശാന്റെ പ്രയോഗമുണ്ട്, തിരഞ്ഞ് രക്ഷ നൽകുന്ന ദേവതകൾ എന്നാണ് സന്യാസിമാരെ കുറിച്ച് പറയുന്നത്. എവിടെ ആളുകൾക്ക് ദുരിതമുണ്ട് തിരഞ്ഞന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് നൽകുന്ന, ഭൂമിയിൽ നടക്കുന്ന സ്വർഗദൂതന്മാരാണ് സന്യാസിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ചുകാരനായ നോബൽ സമ്മാനം കിട്ടിയ റൊമൈൻ റോളൻ്റെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞത് ജ്ഞാനിൻ ഓഫ് ആക്ഷൻ എന്നാണ്, കർമ്മനിരതനായ യോഗി എന്നാണ്. അദ്ദേഹം സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നില്ല, എപ്പോഴും ജനങ്ങളുടെ മധ്യത്തിലായിരുന്നു. അത് രോഗികളുടെ മധ്യത്തിലാവാം, അനാചാരങ്ങൾ പരിഹരിക്കുന്നതിനാവാം, പല കാര്യങ്ങളിൽ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സന്യാസി എന്ന് പറയുന്നത് കർമ്മനിരതമായി ജീവിതം നയിക്കുകയും ഈശ്വരജ്ഞാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതോടൊപ്പം അവരുടെ ലൗകികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉദാഹരണം എടുത്താൽ
അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിഷ്യൻ്റെ പേര് ആനന്ദ തീർത്ഥർ എന്നാണ്. ആനന്ദ തീർത്ഥർ എന്ന് പറയുന്നത് ഗൗഡസാരസ്വത സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും റാങ്കോടുകൂടി ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചത് അദ്ദേഹത്തെ ഐസിസ് ബ്രിട്ടീഷ് സതീശനും ഡോക്ടർ അരവിന്ദ് എന്തെങ്കിലും വീഡിയോയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടോ? സാരസ്വത സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും റാങ്കോടുകൂടി ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചത് അദ്ദേഹത്തെ ഐസിഎസ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ICS പരീക്ഷയ്ക്ക് അയച്ച് നേടി അദ്ദേഹത്തെ വലിയ ഉദ്യോഗസ്ഥനാക്കണം എന്നാണ്. അദ്ദേഹം റാങ്കോടുകൂടി MSc ആണ് ജയിച്ചത്. ഫിസിക്കൽ റാങ്കോട് ജയിച്ചതിന് ശേഷം അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, എനിക്ക് സന്യസിക്കണം. സന്യാസത്തിന് ഗുരുവായി ഞാൻ ശ്രീനാരായണ ഗുരുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ട് സന്യാസം നൽകണം എന്നാവശ്യപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ ധർമ്മസംഘടന ആളുകൾ അനുകൂലമായിരുന്നിട്ടില്ല. ഗുരു അദ്ദേഹത്തിന് സന്യാസം നൽകുകയും എൻ്റെ വഴിക്ക് നീ പോവുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പഴയ സമുദായക്കാരെ സ്വന്തം വീട്ടിൽ വിളിച്ചിരുത്തി അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ബ്രാഹ്മണ സമുദായത്തിലെ അച്ഛനെയും അമ്മയെയും പ്രേരിപ്പിച്ചു. അവരെ അമ്പലത്തിൽ കൊണ്ടുപോയി ധാരാളം മർദ്ദനം സഹിച്ചു. പിന്മാറിയില്ല. അദ്ദേഹത്തെ ജയിലിലടച്ചു. 3 മാസം കിടന്ന് പുറത്തു വന്നു. വീണ്ടും പ്രവർത്തിച്ചു. ഇതൊക്കെ ഒരു സന്യാസിക്ക് ചെയ്യാവുന്ന. സന്യാസിനിമാരും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ടിലും ഇതേ കൃത്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സന്യാസിനിമാർ പലരും എന്നോടൊപ്പം തന്നെ ചിലപ്പോൾ ഉപവാസം അനുഷ്ഠിക്കാനും പ്രതിഷേധിക്കാനും വന്നിട്ടുണ്ട്. അവർ സമൂഹത്തെ മെച്ചപ്പെടുത്തുക, ഈശ്വര ചൈതന്യത്തിലേക്ക് മനുഷ്യരെ നയിക്കുക, ഇത് രണ്ടുമാണ് അവരുടെ ധർമ്മമായി സ്വീകരിക്കുന്നത്. സന്യാസിമാർക്കും സന്യാസിനിമാർക്കും പാശ്ചാത്യ സഭയിലെന്നതുപോലെ ഇവിടെ തുല്യമായ സ്ഥാനമാണ് നൽകേണ്ടത്. തുല്യമായ സ്ഥാനം നൽകുമ്പോഴും സന്യാസിനിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകളിലാണ് മാതൃത്വമുള്ളത്. ആ മാതൃത്വത്തിൻ്റെ സാന്ത്വന ശക്തി പുരുഷന്മാർക്ക് ഒരിക്കലും കിട്ടുകയില്ല. ആ സാന്ത്വന ശക്തി പരമാവധി ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് അതിനാവശ്യമായ അനേക മേഖലകൾ നിർദ്ദേശിച്ച് നൽകുകയും അവരുടെ സേവനത്തെ അഭിനന്ദിക്കുകയും സന്യാസിമാർക്കൊപ്പം സന്യാസിനിമാരും ഒരേ സ്ഥാനത്തോടുകൂടി ഒരേ മാന്യതയോടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായി മാറുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് സന്യാസത്തിൻ്റെ ശരിയായ മാർഗം. ടാഗോറിൻ്റെ ഒരു നാടകമുണ്ട്, സന്യാസി എന്നാണ് അതിൻ്റെ പേര്. അതിൽ സന്യാസിയാണ് കാണിക്കുന്നതെങ്കിലും സന്യാസി ലോകജീവിതം നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ലോകത്തിന് മുഴുവൻ ദുരിതങ്ങളാണ്. ഒരു ആസന്തി എന്ന പെൺകുട്ടി അത് തീണ്ടിക്കൂടാത്ത സ്ഥലത്ത് ദേവാലയം കയറി ആളുകളെ കല്ലെറിഞ്ഞ് ഓടിച്ച് ഭക്ഷണം കഴിക്കാതെ ദാഹത്തിന് വെള്ളം കിട്ടാതെ ഓടി വന്ന് സന്യാസിയെ ശരണം പ്രാപിക്കുകയാണ്. അദ്ദേഹം അവർക്ക് ശരണം കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ദൈവത്തെ ഈ ബാലികയിൽ നിസ്സഹായയായ പീഡിതയായ ഈ ബാലികയിൽ ദർശിക്കുന്നു. ഇതാണ് ദൈവം. ഈശ്വര പൂജ മനുഷ്യപൂജയാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ സന്യാസവൃത്തിയെ എപ്പോഴും കാണേണ്ടത്. ഒരു സന്യാസി ഒരു സമൂഹത്തിലെ ദേവദൂതനാണ്, ദേവദൂതിയാണ്. ഈ 2 സ്ഥാനങ്ങളിലും അവർക്ക് സമുന്നതമായ സ്ഥാനവും ആദരവും നൽകാൻ സമൂഹം തയ്യാറാവേണ്ടതാണ്. തയ്യാറാവും എന്നുള്ള വിശ്വാസം. തീർച്ചയായും അങ്ങനെ പ്രവർത്തിക്കുന്നവരെ പുരുഷനായാലും സ്ത്രീയായാലും സന്യാസിയായാലും സന്യാസിനിയായാലും ആളുകൾ അവരുടെ ഭക്തി അവരുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയും നിങ്ങളെ
മനുഷ്യവർഗത്തിലെ ദേവദൂതരായി നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഭൂമിയിലുണ്ടാവണം. സംപൂജ്യ കരുണാകരന്റെ കീഴിലുള്ള സന്യാസിമാരും സന്യാസിനിമാരും ഇന്നതിൻ്റെ ശ്രേഷ്ഠയായിരിക്കുന്നത് സന്യാസിനിയാണ് എന്ന് ഞാൻ അറിയുന്നു. പേരെനിക്ക് ഓർമ്മ വെച്ച് പറയാൻ പ്രയാസമാണ്. അവരെല്ലാവരും ഈ നിലയിൽ കേരളീയ ജീവിതത്തിൻ്റെ, ഒരുപക്ഷെ കേരളത്തിന് വെളിയിലുള്ള സമൂഹ ജീവിതത്തിൻ്റെയും വിളക്കുകളായി, ആളുകൾക്ക് വെളിച്ചം പകരുന്നവരായി, സാന്ത്വനം നൽകുന്നവരായി, പ്രത്യാശ നൽകുന്നവരായി, ഈശ്വര ചിന്തയിലേക്ക് നയിക്കുന്നവരായി ഭവിക്കട്ടെ, സമർപ്പിത ജീവിതങ്ങളായി ധന്യത നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വളരെ സങ്കീർണമായ ആധ്യാത്മിക തത്വങ്ങളെ ലളിതമായ ഭാഷയിലൂടെ അവതരിപ്പിച്ച് സാധാരണ ജനങ്ങളെ ഉയർന്ന മൂല്യങ്ങളോടുകൂടി ജീവിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ 1997 ശ്രീ ദാദാ ലേഖരാജ് സ്ഥാപിച്ചതാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഐക്യരാഷ്ട്രസഭയിൽ NGO പദവിയുള്ള ഈ സ്ഥാപനത്തിന് യൂണിസെഫിലും യുനെസ്കോയിലും ഉപദേശക പദവിയുണ്ട്. ഭാരത തീർത്ഥയാത്ര വേളയിൽ അഭിവന്ദ്യ ശിഷ്യപൂജിത മൗണ്ട് ആംബോയിലുള്ള ഈശ്വരീയ വിശ്വവിദ്യാലയ ആസ്ഥാനം സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിൽ 250-ലധികം ശാഖകളുള്ള ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ 40 വർഷത്തോളമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ് രാജയോഗിനി ബ്രഹ്മകുമാരി മുനി. 25 ബ്രഹ്മകുമാരീസ് കേന്ദ്രങ്ങളുള്ള തിരുവനന്തപുരം ജില്ലാ സേവാ കോർഡിനേറ്ററാണ് ബ്രഹ്മകുമാരി മിനി. ആശ്രമത്തിന്റെ ഒട്ടുമിക്ക പരിപാടികളിലും നിറസാന്നിധ്യമായ ബ്രഹ്മകുമാരി മിനി സിസ്റ്ററെ ഏറെ ആദരവോടെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യും. നമ്മൾ ശാന്തിഗിരിയിൽ പോകാറുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സ്വാമിമാര് നമ്മളുടെ സൊല്യൂഷൻ ഡോക്ടർ അരവിന്ദ് ഇത് നേരെ കേൾക്കുന്നില്ല, നേരെ പ്ലേ ആകത്തില്ല. ആശ്രമം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശാന്തിഗിരി ആശ്രമത്തിൻ്റെയും ബ്രഹ്മകുമാരീസിൻ്റെയും ദിനചര്യകൾക്കും വേഷവിധാനങ്ങൾക്കൊക്കെ വളരെ ഓം ശാന്തി. നമസ്കാരം. ബ്രഹ്മകുമാരീസ് ആത്മീയ പ്രസ്ഥാനവും ശാന്തിഗിരി ആശ്രമവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്.
എല്ലാ വർഷവും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശാന്തിഗിരിയിൽ പോകാറുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സ്വാമിമാർ നമ്മളുടെ ബ്രഹ്മകുമാരിസിൽ നടക്കുന്ന പരിപാടികളും പങ്കെടുക്കാറുണ്ട്. പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ഇത് ബ്രഹ്മകുമാരിമാരല്ലേ ഇവിടെ ഉള്ളത് എന്നാണ്. എന്നാൽ ബ്രഹ്മകുമാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇതിൽ വളരെയധികം ബ്രഹ്മകുമാരന്മാരുണ്ട്. സന്യാസ ആശ്രമം എന്ന പേരിലല്ല ബ്രഹ്മകുമാരീസ് അറിയപ്പെടുന്നത്. ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേരിലാണ്, അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആശ്രമം എന്ന് വിളിക്കാം, എല്ലാ തരത്തിലും ആശ്രമ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ വിദ്യാലയം എന്ന് വിളിക്കുന്നതിൻ്റെ വളരെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നും എല്ലാ ദിവസവും സത്സംഗം നടക്കുന്നുണ്ട്. ആ സത്സംഗത്തിൽ പുറമെ നിന്ന് വരുന്നവർ മാത്രം അല്ല പങ്കെടുക്കുന്നത്. ഇവിടുത്തെ അന്തേവാസികളായ ഇതിൽ സമർപ്പണമായ ബ്രഹ്മകുമാരിമാരും ബ്രഹ്മകുമാരന്മാരും ഇതിൽ പങ്കെടുക്കണം. മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത് രാജയോഗ ധ്യാനമാണ്. ഭാരതത്തിൻ്റെ അതിപ്രാചീനമായ ഒരു യോഗവിദ്യ, മെഡിറ്റേഷൻ. ഇത് ആർക്ക് വേണമെങ്കിലും പഠിക്കാം, ഇവിടെ വരാം. അതിൻ്റെ കോഴ്സുകൾ ഇവിടെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ സന്യാസി അല്ലെങ്കിൽ ബ്രഹ്മചാരി, ബ്രഹ്മചാരിണി എന്നുള്ള പദങ്ങളല്ല ഉപയോഗിക്കുന്നത്. എല്ലാവരും പക്ഷേ ബ്രഹ്മചര്യനിഷ്ഠ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ബ്രഹ്മാവിൽ നിന്നും ജനിച്ചവർ, അല്ലെങ്കിൽ ശിവപരമാത്മാവ് ബ്രഹ്മാവിലൂടെ, ബ്രഹ്മാവ് നമ്മുടെ സ്ഥാപക ആചാര്യൻ്റെ പേരാണ്. അപ്പം ബ്രഹ്മാവിലൂടെ ജന്മം എടുത്തവർ എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മകുമാരിമാർ, ബ്രഹ്മകുമാരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. രാജയോഗം ദിവസേന അഭ്യസിക്കുന്നതിനാൽ രാജയോഗികൾ, രാജയോഗിനികൾ എന്നും ഇവിടെ ഞങ്ങൾ അറിയപ്പെടുന്നു. രാജയോഗി എന്ന് വെക്കാറുണ്ട് പേരിൻ്റെ മുന്നിൽ. പേരിന് മാറ്റം സംഭവിക്കുന്നേയില്ല. ഇവിടെ വന്ന് സമർപ്പണമാകുമ്പോൾ പേര് മാറുന്നില്ല. അപ്പോൾ എൻ്റെ പേര് മിനി എന്നാണ്. അപ്പോൾ എന്നെ അറിയപ്പെടുന്നത് രാജയോഗിനി ബ്രഹ്മകുമാരി മിനി എന്നാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരി സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ ഭായി ബഹൻ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. പേര് വിളിക്കാറില്ല അധികവും. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ സന്യാസ ദീക്ഷ അങ്ങനെ കൊടുക്കുന്ന ഒരു സിസ്റ്റമല്ല ഉള്ളത്. എന്നാൽ ദത്തെടുക്കുക എന്ന് പറയും. ഈശ്വരൻ ഇവിടെ നമ്മളെ ദത്തെടുക്കുകയാണ്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും വന്ന് സമർപ്പണമാകാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ശരിക്കും ഈശ്വരീയമായ ആത്മീയമായ സേവനത്തിൽ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് സമർപ്പണമാകുന്നു. അങ്ങനെ ഏകദേശം 1,00,000 പേരാണ് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ സമർപ്പണമായിട്ട് സേവനുഷ്ഠിക്കുന്നത്. ഇതിൽ ദത്തെടുക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
ഇതിന് മുമ്പുള്ള നമ്മളുടെ ലൗകിക ജീവിതം അല്ല. പിന്നെ തീർത്തും നമ്മുടെ ജീവിത ശൈലിയും മാറും, ലക്ഷ്യം മാറും, ലക്ഷ്യബോധം ഉണ്ടാകും, ആത്മീയമായൊരു ലക്ഷ്യം കൂടെ ഉണ്ടാകും. എന്നാൽ ചിട്ടകൾ അല്ലെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടികൾ ഇതിലെല്ലാം ഇവിടെ അതിരാവിലെ എന്ന് വെച്ചാൽ 3:30 മണിക്ക് എഴുന്നേൽക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് മിനിമം 1 മണിക്കൂർ ധ്യാനം അഭ്യസിക്കണം, രാജയോഗ ധ്യാനം അഭ്യസിക്കണം. രാജയോഗ ധ്യാനം എന്ന് വെച്ചാൽ സ്വയം പരമാത്മാവുമായിട്ട് ആ സമയത്ത് നമുക്ക് ബന്ധപ്പെടണം, ഈശ്വരനുമായി ബന്ധപ്പെടണം, ആ ഈശ്വര പ്രാപ്തികൾ അനുഭവിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായിട്ട് പിന്നെ വളരെ ഗഹനമായ അറിവിൻ്റെ തത്വങ്ങളുള്ള സത്സംഗം, അഥവാ നമ്മളിതിനെ ജ്ഞാനം നിറഞ്ഞ ക്ലാസ്സുകൾ എന്ന് പറയും. അത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. അത് നമ്മളുടെ സാധനയുടെ ഭാഗമാണ്. അതെല്ലാവരും ആ സത്സംഗത്തിൽ പങ്കെടുക്കുകയും അതിലെ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യുകയും മുഴുവൻ ദിവസവും ആ അറിവിൻ്റെ തത്വങ്ങൾ ണം. അത് നമ്മളുടെ സാധനയുടെ ഭാഗമാണ്. അതെല്ലാവരും ആ സത്സംഗത്തിൽ പങ്കെടുക്കുകയും അതിലെ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യുകയും മുഴുവൻ ദിവസവും ആ അറിവിൻ്റെ തത്വങ്ങൾ ഉള്ളിൽ ചിന്തിക്കാൻ ശ്രമിക്കുകയും പിന്നെ അത് നോട്ട് ചെയ്യണം. അങ്ങനെ അതിനെക്കുറിച്ച് മനന ചിന്ത നടത്താം. അതൊക്കെ ഇവിടെ അത് നമ്മുടെ ദിനചര്യയാണ്. പിന്നെ ഇത് മാത്രമല്ല, അതിനുശേഷം ഇത് കഴിഞ്ഞാൽ അതൊരു 8 മണിക്ക് തീരും. അതിനുശേഷം പിന്നെ ഫുൾ ഡേ അവരവരുടെ കർമ്മയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ ഡ്യൂട്ടി കാണും. ആ കർമ്മയോഗം അതായത് ഇതിനകത്ത് തന്നെയുള്ള എല്ലാ ഡ്യൂട്ടികളും, അതിനിടയ്ക്കായിരിക്കും കോഴ്സുകൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും, പുറമെ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഒരുപാട് പേര് ഇവിടെ കോഴ്സിന് വരുന്നുണ്ട്. അവർക്ക് കോഴ്സ് എടുക്കലായി അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കലായി അതെല്ലാം നടക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് ഉച്ചയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിനാൽ ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ 4 മണി വരെ എല്ലാവർക്കും ഒരു ഫ്രീ കൊടുക്കും. ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് സ്റ്റഡി നടത്താം. സ്വന്തമായിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ആ സമയത്ത് ആത്മീയമായ അധ്യയനം നടത്താം. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാവുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും മെഡിറ്റേഷൻ ആരംഭിക്കുകയാണ്. വളരെ ഡീപ്പായിട്ടുള്ള ധ്യാനത്തിൻ്റെ സമയമാണ്. 6:30 മണി മുതൽ 7:30 മണി വരെ എല്ലാവരും ധ്യാനിക്കും. പിന്നെ 7:30 മണിക്ക് ശേഷം അത്താഴം അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി, അതായത് യോഗനിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ വീണ്ടും മെഡിറ്റേഷൻ ചെയ്യണം. അതായത് ഒരു 9 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9:30 മണിക്ക് ശേഷം നമുക്ക് ചില ചിട്ടകളുണ്ട്. അതായത് നമ്മൾ അന്നത്തെ കാര്യങ്ങളെല്ലാം ഈശ്വരനോട് തുറന്ന് പറയുക, അല്ലെങ്കിൽ എഴുതുക. ഡയറി കുറിപ്പ് എഴുതുമല്ലോ. ഇവിടെ നമ്മൾ പറയും ഈശ്വരന് നമ്മൾ
ഒരു ലെറ്റർ എഴുതണം. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഈ സാധനയുടെ ഒരു ചാർട്ടുണ്ടായിരിക്കും. ആ ചാർട്ടിൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ കാണും. ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര പേർക്ക് സുഖം കൊടുത്തു, അല്ല ദുഃഖം കൊടുത്തു, ഇതെല്ലാം നമ്മളുടെ മനസ്സാ വാച കർമ്മണ എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ എൻ്റെ സെൽഫ് റിഫ്ലക്ഷനാണ്, ഞാൻ എന്നെ മനസ്സിലാക്കുകയാണ് അതിലൂടെ ഞാൻ എന്താണ് നേടിയത്. അങ്ങനെ അതും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ രാവിലത്തെ ആ സത്സംഗത്തിൽ പറഞ്ഞ പോയിൻറ്റ്സ് റിവൈസ് ചെയ്യാം. പിന്നെ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് യോഗനിദ്രയിലേക്ക് പോകാം. വീണ്ടും അതിരാവിലെ നമ്മൾ 3:30 മണിക്ക് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഈ ചിട്ട സ്ഥാപകാചാര്യൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് എല്ലാ സാധകന്മാരും അഥവാ എല്ലാ ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും ഇത് പാലിക്കണം. ഇവിടുത്തെ ഒരു പ്രത്യേക ചിട്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവരും ഇതെല്ലാം പാലിക്കുന്നു, ഇതെല്ലാം അവരെ നമ്മൾ പാലിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ജ്ഞാനം നമുക്ക് എത്ര വേണമെങ്കിലും കേൾക്കാം, പാണ്ഡിത്യം സമ്പാദിക്കാം. പക്ഷേ അത് ഞാൻ എൻ്റെ ഉള്ളിൽ എത്രത്തോളം അത് വരുന്ന വരും ഇതെല്ലാം പാലിക്കുന്നു, ഇതെല്ലാം അവരെ നമ്മൾ പാലിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ബ്രഹ്മകുമാരൻ ഒരു ബ്രഹ്മകുമാരി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഗുണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അറിവ് പഠിച്ചാൽ മാത്രം പോരാ. നമ്മൾ ഈ ജ്ഞാനം നമുക്ക് എത്ര വേണമെങ്കിലും കേൾക്കാം, പാണ്ഡിത്യം സമ്പാദിക്കാം. പക്ഷേ അത് ഞാൻ എൻ്റെ ഉള്ളിൽ എത്രത്തോളം അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്, ഞാനതായി മാറിയോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിയമങ്ങളും അതിൻ്റേതായ ചിട്ടകളും ഒക്കെ ഉണ്ട്. ആശ്രമത്തിൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ പാടില്ല, വഴക്കിടാൻ പാടില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജ്ഞാനം നല്ല മധുരമായ ശബ്ദങ്ങളിൽ ചർച്ച ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാതെ ഇവിടെ തർക്കമില്ല, തർക്കിക്കാൻ പാടില്ല. അതുപോലെ ഒച്ച വെച്ച് സംസാരിക്കുക ഒന്നുമില്ല. വളരെ സൈലൻ്റായിട്ട് ശാന്തമായിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാം, നമ്മളുടെ ഡ്യൂട്ടികൾ ചെയ്യാം. അങ്ങനെ പിന്നെ ഇതൊരു വളരെ വലിയൊരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഓരോരോ കേന്ദ്രവും അതിൻ്റെ കീഴിലുള്ള ബ്രാഞ്ചുകളാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ അഥവാ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടർ അത് മൗണ്ട് അബൂലാണ്, രാജസ്ഥാനിലെ മൗണ്ട് അബൂലാണ്. അതിന് നമ്മൾ ഓമന പേരിൽ മധുബൻ എന്ന് വിളിക്കും. ആ മധുബനിലെ ചിട്ടകൾ ദിനചര്യ എന്താണോ അത് അതേപടി എല്ലാ കേന്ദ്രങ്ങളിലും നടക്കും. അത് നടന്നിരിക്കണം എന്ന് തന്നെയാണ്. ബാക്കി എല്ലാ കേന്ദ്രങ്ങളും എപ്പോഴും അത് ഓപ്പണാണ്, എപ്പോഴും തുറന്നിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സാധന ചെയ്യുന്നവരുടെ മനസ്സും എപ്പോഴും ഓപ്പണായിരിക്കണം. എല്ലാ ഗുണങ്ങളും അവരിൽ വേണം. അതുകൊണ്ട് നമ്മൾ 36 ഗുണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. 36 ഗുണങ്ങൾ, 16 കലകൾ, പിന്നെ ഒരുപാട് ഈശ്വരീയമായ ഖജനാവുകൾ നമ്മൾ പറയും. നമ്മളുടെ ഗുണങ്ങൾ ഒരു ഖജനാവാണ്, ഈ മഹത്തരമായ അമൂല്യമായ അറിവ് അതൊരു ഖജനാവാണ്, അങ്ങനെ സങ്കല്പം ഒരു ഖജനാവാണ്. അപ്പോൾ ഇവിടെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് സങ്കല്പശക്തിക്കാണ്. അതിന് നമ്മൾ പറയും സാധാരണ ഏകാഗ്രമാകണം എന്ന് പറയും. പക്ഷേ ഏകാഗ്രമാകുക എന്ന് പറയുമ്പം അവിടെ സങ്കല്പശക്തി എന്നുള്ളൊരു ശബ്ദം വരുന്നില്ല, നമ്മുടെ മൈൻഡ് പവർ, മനഃശക്തി. പക്ഷേ ഈ മനഃശക്തി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മളുടെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മനസ്സിനെയാണ്. മനസ്സ് ശരിയായാൽ മാത്രമേ ബാക്കി പുറത്ത് എത്ര ദിനചര്യ ചെയ്താലും ശരിയാവുള്ളൂ. ശരി, നേമിനാഥനെ പോലെ ദിനചര്യയൊക്കെ കറക്റ്റായിട്ട് അനുഷ്ഠിക്കുന്നവരുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സ് ചിലപ്പോൾ അലയുന്നുണ്ടാവും. മനസ്സിൽ വ്യർത്ഥം ഒരുപാട് വരും. അവിടെ നിന്നുള്ള ചിന്തകൾ അലയുന്ന കുതിരയെപ്പോലെ മനസ്സ് ദിവസേന മനസ്സിനെ പിടിച്ച് കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഏകാഗ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും വ്യർത്ഥം വരാൻ പാടില്ല. അതുപോലെ തന്നെ വ്യർത്ഥമായിട്ട് ശബ്ദങ്ങളുണ്ടാകും. ഒരൊറ്റ വ്യർത്ഥ ശബ്ദം പോലും പറയാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് ലക്ഷ്യമാണ്.
എല്ലാവരും അതിൽ വളരെ സമ്പൂർണ്ണമാണ് എന്ന്, അല്ലെങ്കിൽ ആ സമ്പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തിയവരാണെന്നൊന്നും പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മകുമാരിമാരും കുമാരന്മാരും ദിവസേന കർശനമായിട്ടും ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇതിലെല്ലാം തന്നെ ഒരു ജാഗരൂകത വളരെ അത്യാവശ്യമാണെന്നാണ് നമ്മുടെ സ്ഥാപകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. അത് സമർപ്പണമായവരാണെങ്കിൽ പോലും മറ്റുള്ള എല്ലാ നിഷ്ഠകൾ പാലിച്ചാലും നമ്മളെല്ലാവരും ആരും തന്നെ ഗുരുവല്ല. ഗുരു ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ബ്രഹ്മകുമാരിമാരും കുമാരന്മാരുമാണ്. അടുത്തത്, ഇവിടെ എല്ലാവരും എന്നും ഈ പുരുഷാർത്ഥം ചെയ്യുക എന്ന് വെച്ച അർത്ഥം ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള പല പല സാധനകൾ ചെയ്യണം എന്നുള്ള, അതിന് നമ്മൾ പറയുന്നത് പഠിത്തം എന്നാണ്. പഠനം, ഈശ്വരീയ പഠനം. അങ്ങനെ ആ പഠനത്തിന് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. അതിനൊരു സബ്ജക്റ്റാണ് നോളജ്, ഒരു സബ്ജക്റ്റാണ് മെഡിറ്റേഷൻ, ഒരു സബ്ജക്റ്റാണ് വെർച്യൂസ് ആൻഡ് വാല്യൂസ്, ഗുണങ്ങൾ, ഒരു സബ്ജക്റ്റാണ് സർവീസ്. എല്ലാവരുടെയും സേവനം ചെയ്യണം. അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സർവീസ് വാക്കുകളിലൂടെ ചെയ്യാം, നമ്മുടെ ഭാവനയിലൂടെ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദിവസേന പഠിക്കാനുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാനുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ ആർജിക്കാനുണ്ട്. അങ്ങനെ ബ്രഹ്മകുമാരിമാരും ബ്രഹ്മകുമാരന്മാരും ടോട്ടലി അവർ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്വാശ്രയശീലം വേണം. എല്ലാവരും സ്വന്തമായ കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യണം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഓർഡർ ഇടാൻ പാടില്ല. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യും, എല്ലാവരും നമ്മൾ സഹോദരങ്ങളാണ്. ഇത് കുടുംബമാണ്. നമ്മളെല്ലാവരും അച്ഛൻ്റെ മക്കളാണ്. അപ്പം മറ്റുള്ളവരെ ഓർഡർ ഇട്ട് ചെയ്യുന്നതിനും മുമ്പായി എൻ്റെ സ്വന്തം കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഈ യജ്ഞത്തിലെ ഈ പ്രസ്ഥാനത്തിനകത്ത കാര്യം എൻ്റെ കാര്യമാണ്, എൻ്റെ കുടുംബത്തിലെ കാര്യമാണെന്ന് മനസ്സിലാക്കി നേരത്തെ ചെയ്യും എല്ലാവരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് നടക്കണമെന്ന് നമ്മുടെ സ്ഥാപകന് വളരെ നിർബന്ധമായിരുന്നു. അപ്പം ഇങ്ങനെ ദിനചര്യ വളരെ സെറ്റാക്കി വെക്കണം. നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ മറ്റ് പല നിയമങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റമുണ്ട് നമുക്ക്. ആ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നടത്തുന്നത് ഒരു ചെറിയ ബ്രഹ്മകുമാരി ആയിരിക്കും, പ്രായം കുറഞ്ഞ. പക്ഷെ അവർക്കും ഇത് നടത്താൻ വളരെ എളുപ്പമാണ്. കാര്യം എന്താണ്? ആ സിസ്റ്റം ഉള്ളത് കൊണ്ട്. പക്ഷേ എത്ര ഉയർന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് തൻ്റെ വ്യക്തിത്വം നിലനിർത്തേണ്ടതും ആ വ്യക്തിത്വത്തിനെ വളർത്തേണ്ടതും അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അതിരാവിലെ തൊട്ടുള്ള സാധന 4 മണി അല്ലെങ്കിൽ 3:30 മണി മുതൽ 8 മണി വരെയുള്ള ആത്മീയ സാധനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിട്ടയാണ് ആഹാരച്ചിട്ട. അന്നം മനസ്സിനെ നിയന്ത്രിക്കുമെന്നാണ്. അല്ലെങ്കിൽ അന്നം എങ്ങനെയാണോ അതിനനുസരിച്ച് മനം. ജയ്സെ പാനി വൈസെ വാണി. എങ്ങനെയുള്ള വെള്ളമാണോ അതിനനുസരിച്ചാണ് നമ്മളുടെ ശബ്ദം എന്ന് ചൊല്ലുണ്ട്. അതുപോലെ എല്ലാ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലൊക്കെ ആഹാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ അതെല്ലാവർക്കും അറിയാം, നമ്മൾ സസ്യ ആഹാരികളാണ്. പക്ഷേ ആഹാരം നമ്മൾ ഉണ്ടാക്കുന്നവർ യോഗികളായിരിക്കണം, ഈ രാജയോഗം പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അതുപോലെ ഈ ആഹാരം നമ്മൾ ഉണ്ടാക്കി എന്നിട്ടത് ഈശ്വരന് നിവേദിക്കണം, ഭോഗമായിട്ട് സമർപ്പിക്കണം. എന്നിട്ട് വേണം നമ്മൾ കഴിക്കേണ്ടത്. കാരണം ആഹാരം ആണ് പിന്നീട് നമ്മളുടെ സംസ്കാരമായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യ സനാതന സംസ്കാരത്തിൽ ആഹാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പണ്ട് ഋഷിമുനികളൊക്കെ ഫലമൂലാദികളല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അവർ വേവിച്ച ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് വേവിച്ച ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അതിൽ ഈശ്വരീയമായ ശക്തി നിറച്ചിട്ട് വേണം കഴിക്കാൻ. പിന്നെ നമ്മൾ ഉള്ളി വെളുത്തുള്ളി പോലും കഴിക്കുന്നില്ല, പുറമേയുള്ള ആഹാരവും കഴിക്കുന്നില്ല. എല്ലാം നമ്മൾ ഉണ്ടാക്കി നമ്മളത് ഈശ്വരനെ നിവേദിച്ച് കഴിക്കുന്നു. അങ്ങനെ ഒരു അന്നശുദ്ധിയും കൂടെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ദിവസത്തെ ഒരു ചിട്ടയാണ്. അപ്പോൾ ഇവിടെ ശാന്തിഗിരി ആശ്രമവും ബ്രഹ്മകുമാരീസും തമ്മിലുള്ള ആ ഒരു ദൃഢമായ ബന്ധത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. നമുക്കും ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിനും ഇങ്ങനെയൊരു അംഗീകാരം തന്നതിലും
നമ്മൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ അവിടുത്തെ പ്രധാനിയായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഈ ആശ്രമത്തിലും വന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് പിന്നെ ജനനി ഉൾപ്പെടെ നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഞാൻ ഈ അവസരത്തിൽ അയവിറക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട്. ഓം ശാന്തി. ആയിരത്തി 1984 സന്യാസ ദീക്ഷ ലഭിച്ച സന്യാസ സംഘത്തിലെ അംഗങ്ങളുടെ നാൾവഴികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെമ്പറായ ഡോക്ടർ GR കിരൺ അവരെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, എത്രയും ബഹുമാനപ്പെട്ട പ്രൊഫസർ MK സാനു അവർ, ബഹുമാനപ്പെട്ട രാജയോഗിനി ബ്രഹ്മകുമാരി മിനി, ആദരണീയ ജന്നി കരുണശ്രീ ജ്ഞാന തപസ്വിനി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർ, ബ്രഹ്മചാരിണി സ്നേഹവല്ലി KM, ബ്രഹ്മചാരി സംഘമിത്രൻ S, ബ്രഹ്മചാരിണി നല്ലമുദ്ര SS, ബ്രഹ്മചാരിണിമാർ, ശ്രീ ജിജോഷ് M, ശാന്തിഗിരി ആശ്രമം രക്ഷകർത്ത സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മബന്ധുക്കളെ സാദര പ്രണാമം. ഇന്നത്തെ രണ്ട് ബഹുമാന്യരായ നമ്മുടെ അതിഥികൾ സംസാരിച്ചത് വളരെയധികം സ്നേഹത്തോടെ അവർ സംസാരിച്ചത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. സാനുമാഷിനെ പോലെ പരിണിതപ്രജ്ഞനായ 90 വയസ്സിലേറെ പ്രായമുള്ള ഒരു വ്യക്തി, ജീവിതത്തെ പല രീതിയിൽ കണ്ട ഒരു സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള, എന്നാൽ സമൂഹമായിട്ട് എപ്പോഴും പെരുമാറി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം സന്യാസത്തെ പറ്റി പറഞ്ഞത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഒരുപാട് നമുക്ക് അതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ രാജയോഗിനി ബ്രഹ്മകുമാരി മിനി അവർകൾ ബ്രഹ്മകുമാരീസിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്രഹ്മകുമാരീസിൽ നടക്കുന്ന സന്യാസത്തിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, അഭിവന്ദ്യ ശിഷ്യപൂജിത മൗണ്ട് അബുവിൽ പോയി ദാദി ജാനകിജിയെ കണ്ടതും അതിനുശേഷം ദാദി ജാനകിജി തിരുവനന്തപുരത്ത് 2010 നമ്മുടെ പർണശാല സമർപ്പണത്തോട് അനുബന്ധിച്ച് വരികയും അവിടെ സംസാരിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ വലിയൊരു ബന്ധം നമുക്ക് ഇവരുമായിട്ടുണ്ട്. അപ്പോൾ ഓരോ രീതിയിലുള്ള സന്യാസത്തെ കുറിച്ച് നമുക്ക് ഈ ഒരു സത്സംഗങ്ങളിലൂടെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഗുരുവിൽ നിന്നും 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസിനിമാരുടെ അനുഭവ ജീവിതത്തിൽ കൂടി നമ്മൾ നടത്തുന്ന യാത്രയുടെ 3ാമത്തെ ദിവസമാണ്, സത്സംഗത്തിന്റെ 4ാം ദിവസവും. കുമളിയിലെ അരീക്കൽ വീട്ടിൽ ശ്രീ ശ്രീധരന്റെയും ശ്രീമതി ഗൗരിയുടെയും മകളായാണ് സുശീല എന്ന പെൺകുട്ടിയുടെ ജനനം. 2 സഹോദരങ്ങളാണ് സുശീലയ്ക്കുള്ളത്. 1978 ആദ്യമായി ഗുരുവിനെ കുറിച്ച് അറിഞ്ഞ് അച്ഛനും അമ്മയും ആശ്രമത്തിൽ വരുന്നത്. ആദ്യ സന്ദർശനത്തിൽ തന്നെ ഗുരുവിൽ നിന്നും ഗുരുപൂജ ചെയ്യുന്നതിനുള്ള അനുവാദം ലഭിച്ചു. ഈ സമയത്ത് 3 കുട്ടികൾ മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ആശ്രമത്തിൽ നിന്നും ഗുരുപൂജ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രിയിൽ അതിശക്തമായ കൊടുങ്കാറ്റ് പോലെയും ആരോ ചവിട്ടിക്കയറി വരുന്ന പോലെയുമുള്ള ശബ്ദങ്ങൾ കേട്ട് കുട്ടികൾ ഭയന്നിരുന്നു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. രാവിലെ മേയാനായി വനത്തിലേക്ക് അയച്ച നാൽക്കാലികളിൽ മിക്കതിനെയും നായ്ക്കൂട്ടങ്ങൾ കടിച്ചിരുന്നു. നാട്ടുകാർ ചേർന്ന് ഇതിനെയെല്ലാം വീട്ടിലെത്തിച്ചെങ്കിലും അച്ഛനും അമ്മയും തിരികെ എത്തുമ്പോൾ അവരോട് എന്തു പറയും എന്ന ഭയമായിരുന്നു കുട്ടികൾക്ക്. ഗുരുവിന്റെ അനുവാദത്തോടെ വീട്ടിലെത്തിയ മാതാപിതാക്കളുടെ മുഖഭാവം വളരെ ശാന്തമായിരുന്നു. കാരണം ഗുരുപൂജ കഴിഞ്ഞ ശേഷം ഗുരു ഇപ്രകാരം പറഞ്ഞിരുന്നു:
ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നാൽക്കാലികളെ എല്ലാം കൊടുത്തിട്ട് പുതിയ ഒരെണ്ണത്തിനെ വാങ്ങി പുതിയ ഒരു കയറിൽ കെട്ടണം. ഗുരുവിന്റെ വാക്കുകൾ മനസ്സിലുള്ളത് കൊണ്ട് അവർക്ക് വിഷമമൊന്നും തോന്നിയില്ല. 1981 അച്ഛന്റെ മരണശേഷമാണ് സുശീലയ്ക്ക് ആശ്രമത്തിലേക്ക് വരുവാനായി ഗുരുവിന്റെ കത്ത് ലഭിക്കുന്നത്. തന്റെ തയ്യൽ പഠനം ആശ്രമത്തിൽ വന്നതിന് ശേഷം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ആ 19 വയസ്സുകാരി ആശ്രമ ജീവിതം തുടങ്ങുകയും ചെയ്തു. ഗുരു മിക്കപ്പോഴും സുശീലയെ വിളിച്ച് സംസാരിക്കുകയും അനുഭവങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥന ചെയ്യേണ്ട രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആശ്രമം അന്തേവാസികളിൽ ഗുരുവിന്റെ കൂടെ നിൽക്കുന്ന മഞ്ഞസാരി ഉടുത്ത പെൺകുട്ടികളെ കാണുമ്പോൾ സുശീലയ്ക്കും അന്ത്യം വരെ ഗുരുവിനോടൊപ്പം നിൽക്കണമെന്ന ആഗ്രഹം തോന്നുകയും ഗുരുവിനെ അത് അറിയിച്ചപ്പോൾ നിനക്ക് 2 ജീവിതത്തിനും ഭാഗ്യമുണ്ടെന്നും ഏത് വേണമെന്ന് നീയാണ് തീർപ്പെടുക്കേണ്ടതെന്നും ഗുരു അറിയിച്ചു. അതിനുശേഷം അടുത്ത ഗുരുജയന്തി ദിനത്തിൽ സുശീലയ്ക്കും മഞ്ഞ സാരി കിട്ടുകയുണ്ടായി. ആശ്രമത്തിൽ വന്നതിന് ശേഷം സുശീല വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. അമ്മയുടെ കഷ്ടപ്പാട് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഗുരു അടുത്ത് വിളിച്ചിരുത്തി, അവിടെയുള്ള വിശ്വാസികൾ അവരെ നോക്കിക്കോളും, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഗുരു നമുക്ക് തരുന്ന കരുതലും സ്നേഹവും എത്രമാത്രമായിരുന്നു എന്ന് പലപ്പോഴും ആ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സന്യാസം എന്താണെന്നോ സന്യാസ ജീവിതം എങ്ങനെയാണെന്നോ തനിക്ക് സന്യാസ ദീക്ഷ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടെന്നോ ഒന്നും ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. വിജയദശമിക്ക് മുൻപായി സ്വന്തം ഗൃഹം സന്ദർശിക്കുന്നതിന് അനുവാദം നൽകിയിരുന്നു. 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസി ദീക്ഷ വേളയിൽ സുശീല ഗുരുവിൽ നിന്നും ദീക്ഷാനാമം സ്വീകരിച്ച് ജനനി അനുസൂയ ജ്ഞാന തപസ്വിനിയായി. സർവാദരണീയ ജന്നി അനുസൂയ ജ്ഞാന തപസ്വിനി തന്റെ ജീവിതം ഗുരുവിനും ലോകത്തിനും വേണ്ടി സമർപ്പിച്ച് ആശ്രമ കർമ്മങ്ങളും ഗുരു ശുശ്രൂഷയുമായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 40 വർഷങ്ങളായി സന്യസ്ത ജീവിതം നയിക്കുന്ന ജന്നിക്ക് ഗുരുവിന്റെ കാരുണ്യം എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാട് നന്ദിയോട് എന്ന സ്ഥലത്ത് ശ്രീ നടരാജപിള്ളയുടെയും ശ്രീമതി തങ്കമ്മയുടെയും മകളായിരുന്നു സരസ്വതി. 1976 കാലഘട്ടത്തിലാണ് സരസ്വതി ആദ്യമായി ഗുരുവിനെ തേടി ശാന്തിഗിരി ആശ്രമത്തിൽ എത്തുന്നത്. വീട്ടിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഡിഗ്രി പഠനകാലത്ത് തന്നെ വീട്ടിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ നിൽക്കണമെന്ന് സരസ്വതിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ശാന്തിഗിരി ആശ്രമത്തെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും അറിയാൻ ഇടയായത്. കേട്ട മാത്രയിൽ തന്നെ ഗുരുവിനെ വന്ന് കാണണമെന്ന് അവർക്ക് തോന്നി. ഒരു ദിവസം വൈകിട്ട് അമ്മയോടൊപ്പം ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. കുട്ടിയെ കണ്ടപ്പോൾ നാളെ രാവിലെ കാണാമെന്ന് ഗുരു അറിയിച്ചു. അന്നത്തെ ദിവസം ആശ്രമത്തിൽ തങ്ങി. പിറ്റേന്ന് കാലത്ത് ഗുരു വിളിപ്പിച്ചു. തന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഗുരുവിനോട് അവർ തുറന്നു പറഞ്ഞു. ആദ്യം കണ്ട നിമിഷം മുതൽ പെൺകുട്ടിക്ക് ഗുരുവിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു. ഗുരു അമ്മയോട് വീട്ടിൽ പൊയ്ക്കൊള്ളുവാനായി അറിയിക്കുകയും സരസ്വതിയോട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഗുരുവാക്കനുസരിച്ച് 3 ദിവസം ആശ്രമത്തിൽ താമസിച്ചു. അന്ന് ഓലമേഞ്ഞ ഒരു കൊച്ചു തൊഴുത്തുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പശു. പശുവിനെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നും അല്പം മാറി അവിടെ തന്നെയാണ് എല്ലാവരും കിടന്നിരുന്നത്. ആശ്രമത്തിലെ മറ്റു സ്ത്രീകൾക്കൊപ്പം അവർ അവിടെ കർമ്മങ്ങൾ ചെയ്തു പോന്നു. ഇടയ്ക്ക് ഗുരു എല്ലാവരെയും വിളിച്ച് സംസാരിക്കും. പെൺകുട്ടിക്ക് ഗുരുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹമായി. 3 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾക്ക് വലിയ സങ്കടമായി. കരഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. തിരിച്ച് വീട്ടിലെത്തിയ അവർക്ക് ഗുരുവിനെ കാണുവാനുള്ള ആഗ്രഹം കലശലായി. എന്നാൽ വീട്ടിലുള്ളവർക്ക് ആശ്രമത്തിൽ വരുന്നതിനോട് അധികം താല്പര്യമില്ലായിരുന്നു. കുട്ടിക്കാണെങ്കിൽ എന്തോ ഒരു ശക്തി ഗുരുവിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. വീട്ടിൽ നിന്ന് മറ്റാരും ആശ്രമത്തിൽ വരാത്തതിനാൽ കുട്ടി ഒറ്റയ്ക്ക് പോത്തുംകോട് വന്ന് ഗുരുവിനെ കാണാൻ തുടങ്ങി. വരുമ്പോൾ ഗുരു കുറെ സമയം സംസാരിക്കും. ആയിടയ്ക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷമം ആശ്രമത്തിൽ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. നമ്മളത് നേരത്തെ സംസാരിച്ചിരുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഗുരു ഇങ്ങനെ അറിയിച്ചു: ഇനി വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളോടൊപ്പം അല്ലാതെ പെൺകുട്ടികൾ ആരും ഒറ്റയ്ക്ക് ആശ്രമത്തിൽ വരരുത്. ഇത് കേട്ടപ്പോൾ
സരസ്വതിക്ക് വളരെ വിഷമമുണ്ടായി. പക്ഷേ ഒറ്റയ്ക്ക് തന്നെ ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ഗുരുവിനെ കാണും. ഗുരു തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കുട്ടിക്ക് തോന്നി തുടങ്ങി. പറഞ്ഞതനുസരിക്കാതെ ഒറ്റയ്ക്ക് വരുന്നത് കൊണ്ടായിരിക്കാം എന്ന് തോന്നി. എങ്കിലും സരസ്വതിക്ക് ഗുരുവിനെ കാണാൻ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം വന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇവൾ മാത്രം ഒറ്റയ്ക്കാണെങ്കിലും വന്നോട്ടെ, ഇവൾ വരുന്നതിന് കുഴപ്പമില്ല. ഇത് കേട്ടപ്പോഴാണ് കുട്ടിക്ക് ആശ്വാസമായത്. ആയിടയ്ക്ക് 21 സ്ത്രീകളും 21 പുരുഷന്മാരും ഗുരുവിനെ ആരാധന നടത്തുന്ന ഒരു കർമ്മം നടന്നു. ഇതിൽ പങ്കെടുത്ത് ആരാധന ചെയ്യാൻ ഗുരു സരസ്വതിക്കും അനുവാദം കൊടുത്തു. ഈ കർമ്മം കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളിൽ ആരാധന ചെയ്തവരിൽ 3 വർഷത്തിന് ശേഷം ഗൃഹസ്ഥരാവേണ്ടവർ ഗൃഹസ്ഥരും സന്യാസിയാവേണ്ടവർ അങ്ങനെയും ആകും. 2 ജീവിതത്തിന്റെയും എല്ലാ വശങ്ങളെക്കുറിച്ചും ഗുരു പറഞ്ഞു കൊടുത്തു. കുട്ടി വീട്ടിൽ നിന്നും ആശ്രമത്തിൽ വന്നും പോയും നിന്നു. സരസ്വതിക്ക് ആശ്രമത്തിൽ സ്ഥിരമായി നിൽക്കണമെന്ന ആഗ്രഹം കലശലായി. പക്ഷെ വീട്ടുകാർ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. വീട്ടുകാരുടെ അനുവാദമില്ലാതെ ഗുരു പെൺകുട്ടികളെ ആരെയും ആശ്രമത്തിൽ നിർത്താത്ത സാഹചര്യമായിരുന്നതിനാൽ കുട്ടി ആകെ ധർമ്മസങ്കടത്തിലായി. വീട്ടിൽ സ്ഥിരമായി അമ്മയോടൊക്കെ തന്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ തന്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വേറൊരു ജീവിതത്തിൽ താല്പര്യമില്ല. എന്നെ അച്ഛൻ ആശ്രമത്തിൽ ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തണം. അച്ഛനൊന്നും മിണ്ടിയില്ല. പിന്നീട് അവളുടെ നിർബന്ധം സഹിക്കാനാകാതെ ഒരു ദിവസം അച്ഛൻ ഗുരുവിന്റെ അടുത്ത് അവളെ കൊണ്ടുവന്നു. ഇവൾക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം എന്ന് ഗുരുവിനെ അറിയിച്ചു. ഗുരു അച്ഛനോട് ഒരു പിതാവിന്റെ ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അതൊന്നും അച്ഛൻ അത്ര ശ്രദ്ധിച്ചില്ല. കുട്ടിയെ ആശ്രമത്തിൽ നിർത്തി അപ്പോൾ തന്നെ അച്ഛൻ മടങ്ങി. അന്ന് ആരംഭിച്ചതാണ് ഗുരുവിനോടൊത്തുള്ള സരസ്വതിയുടെ ആശ്രമ ജീവിതം. പിന്നീട് വല്ലപ്പോഴും മാത്രം അച്ഛൻ വന്നൊന്ന് കാണും. ആശ്രമ കർമ്മങ്ങളും പ്രാർത്ഥനയും ഒക്കെയായി വർഷങ്ങൾ കടന്നുപോയി. 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസി ദീക്ഷാവേളയിൽ സരസ്വതി ഗുരുവിൽ നിന്നും ദീക്ഷാനാമം സ്വീകരിച്ച് ജനനി അജയ ജ്ഞാന തപസ്വിനിയായി. സർവാദരണീയ ജനനി അജയ ജ്ഞാന തപസ്വിനി തന്റെ ജീവിതം ഗുരുവിനും ലോകത്തിനും വേണ്ടി സമർപ്പിച്ച് ആശ്രമ കർമ്മങ്ങളിലും ഗുരു ശുശ്രൂഷയുമായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 40 വർഷങ്ങളായി സന്യാസ ജീവിതം നയിക്കുന്ന ജനനിക്ക് ഗുരുവിന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇടുക്കി ജില്ലയിലെ കല്ലാർ ഗ്രാമത്തിൽ ശ്രീ മത്തായി ത്രേസ്യാമ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ ആളായിരുന്നു മേരി. 1973 കാലഘട്ടം. 18 വയസ്സുള്ള സമയത്ത് പെട്ടെന്നൊരു ദിവസം മേരിക്ക് ജന്നി വന്നു. തുടർന്ന് കുട്ടിയുടെ ആരോഗ്യനില മോശമായി തുടങ്ങി. മരുന്നുകൊണ്ടൊന്നും വലിയ മാറ്റമില്ല. അങ്ങനെ ഇരിക്കെയാണ് മേരിയുടെ അച്ഛൻ ആശ്രമത്തെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും അറിയാൻ ഇടയാകുന്നത്. ആശ്രമത്തിലെത്തിയ അച്ഛൻ ഗുരുവിനോട് തന്റെ മകളുടെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയിച്ചു. 2 ദിവസം ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നൊന്ത് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. ഇതായിരുന്നു ഗുരുവിന്റെ നിർദ്ദേശം അച്ഛനോട്. അച്ഛൻ ആശ്രമത്തിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങി. അച്ഛൻ ആശ്രമത്തിൽ ചെന്ന് ഗുരുവിനെ വിവരം ധരിപ്പിച്ച അന്ന് രാത്രിയിൽ വീട്ടിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന മേരിക്ക് ഒരു അനുഭവമുണ്ടായി. കിടക്കുന്ന കട്ടിലിനരികിൽ അനേക വർണ്ണത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രകാശം നിറഞ്ഞു. ആ പ്രകാശത്തിനകത്ത് വെള്ളവസ്ത്രം ധരിച്ച തേജോമയമായ ഒരു രൂപം. ആ മുഖം അവളെ നോക്കി ചിരിക്കുന്നു. വാത്സല്യം തുളുമ്പുന്ന ആ ചിരിയിലൂടെ മേരിയിലേക്ക് എന്തോ ഒരു ശക്തി പ്രവഹിക്കുന്നതായി അവൾക്ക് തോന്നി. ആ രൂപം അകത്തേക്ക് നടന്നു വന്നു. അവിടെ മാകം സുഗന്ധം പരന്നു. വളരെ സ്നേഹവാത്സല്യത്തോടെ അവളോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, 3 ദിവസത്തിനകം ഇതെല്ലാം മാറും. കൈകാലുകൾ തളർന്ന് ജീവച്ഛവമായി ആഹാരം പോലും കഴിക്കാനാകാതെ തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ സമയമെല്ലാം മേരി. ഈ അനുഭവത്തിന് ശേഷം തന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരുടെയും സഹായമില്ലാതെ പതുക്കെ എണീറ്റു. അച്ഛൻ ആശ്രമത്തിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് പല്ല് തേച്ചു കൊണ്ടിരിക്കുന്ന മേരിയെയാണ് കണ്ടത്. മകളെ ആരോഗ്യത്തോടെ കണ്ട പിതാവ് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു.
യാത്ര ചോദിക്കാൻ നേരം ഇനി മേരിയും കൊണ്ട് ഇവിടെ വരണമെന്ന് ഗുരു പറഞ്ഞിരുന്നതനുസരിച്ച് അച്ഛൻ മേരിയുമായി ഗുരുവിനെ കാണാനെത്തി. കണ്ടപാടെ ഗുരു മേരിയോട് ചോദിച്ചു, ആ നീ വന്നോ? ഒരുപാട് പരിചയമുള്ള ഒരാളിനോടുള്ള ചോദ്യം. ഒരാഴ്ച ആശ്രമത്തിൽ താമസിച്ചു. ഇതിനിടെ ഗുരു മേരിക്ക് ഒരുപാട് അറിവുകൾ പകർന്നു നൽകി. തിരിച്ചു പോരാൻ നേരം അച്ഛനോട് 3 മാസം കൂടുമ്പോൾ മേരിയെ ആശ്രമത്തിൽ കൊണ്ടുവരണമെന്ന് ഗുരു അറിയിച്ചു. പക്ഷെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് സാധിച്ചില്ല. ഈ സമയത്ത് മേരിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുവിന്റെ ഒരു കത്ത് വീട്ടുകാർക്ക് കിട്ടി. എത്രയും പെട്ടെന്ന് മേരിയെ ആശ്രമത്തിൽ എത്തിക്കാൻ. അങ്ങനെ അച്ഛനുമായി ആശ്രമത്തിൽ എത്തിച്ചേർന്ന മേരിയെ കണ്ട് ഗുരു അച്ഛനോട് പറഞ്ഞു, കടുത്ത കാലക്കേടാണ്, 3 വർഷത്തേക്ക് ഇവിടെ നിർത്തണം. അന്നു മുതൽ ആരംഭിച്ചതാണ് മേരിയുടെ ആശ്രമവാസം. ഗുരുവിന്റെ സ്നേഹ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി ആശ്രമ സംസ്കാരങ്ങൾ അവൾ പഠിച്ചെടുത്തു. 3 വർഷത്തേക്കായി ആശ്രമത്തിൽ നിർത്തിയ മകളെ തിരിച്ചു വിളിക്കാനായി വീട്ടുകാർ ശ്രമിച്ചെങ്കിലും മേരി ഗുരുവിനെ വിട്ടുപോകുവാൻ മനസ്സ് വന്നില്ല. വർഷങ്ങൾ 9 കഴിഞ്ഞു. ഒരു ദിവസം മേരിയുടെ സഹോദരൻ ആശ്രമത്തിലെത്തി. മേരിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, അവളെ കാണാനായി ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. ഇത് ഗുരുവിനെ അറിയിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഇത് നിന്റെ ജീവിതമാണ്, നിനക്ക് തീരുമാനിക്കാം. ആശ്രമ ജീവിതം വേണോ അതോ വീട്ടുകാരോടൊത്തുള്ള ജീവിതം വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. പോയാൽ പിന്നെ അവർ നിന്നെ തിരിച്ചു വിട്ടെന്ന് വരില്ല. മേരി വീട്ടിലെത്തിയപ്പോൾ സ്ഥിതി രൂക്ഷമായിരുന്നു. വീട്ടുകാരും കുടുംബക്കാരും മേരി ആശ്രമത്തിൽ തുടർന്ന് നിൽക്കുന്നതിനെ ശക്തമായി എതിർത്തു. ആകെ ബഹളം. ഇനി ഇവിടെ തുടർന്നാൽ തന്നെ ഇവർ ഒരിക്കലും തന്റെ ഗുരുവിന്റെ അരികിലേക്ക് വിടില്ല എന്ന് മേരിക്ക് മനസ്സിലായി. ആരോടും അനുമതി ചോദിക്കാതെ, ആരുടെയും കണ്ണിൽ പെടാതെ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി ഓടി. ഓടി റോഡിലെത്തിയ മേരി മുന്നിൽ കണ്ട ബസ്സിൽ കയറി. അത് കുമിളിയിലേക്കുള്ള ബസ്സായിരുന്നു. കുമിളിയിൽ ഇറങ്ങുമ്പോൾ നേരം ഇരുട്ടി. മേരി ഒറ്റയ്ക്ക് റോഡിൽ നിൽക്കുന്നത് കുമിളിയിലുള്ള ആശ്രമ വിശ്വാസികളിൽ ചിലർ കാണാനിടയായി. അവർ അവളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. മേരി നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അവളെ കുമിളിയിലുള്ള ആശ്രമ ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോയി. അന്ന് അവിടെ താമസിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എന്നാൽ താൻ അവിടെ നിന്നാൽ അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു. അവൾ ആ രാത്രിയിൽ തന്നെ അവരുടെ അനുമതിയോടെ അവിടെ നിന്ന് ഇറങ്ങി. കുമിളിയിലുള്ളവർ മേരിയെ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറ്റിവിട്ടു. അന്നേ വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ലാത്ത പെൺകുട്ടി ആ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യണം. അവളുടെ ഏക ധൈര്യം തന്റെ ഗുരു തന്നോടൊപ്പം തനിക്ക് കാവലായി ഉണ്ടാകും എന്ന ഉറപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ മേരി സുരക്ഷിതയായി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. പിന്നീടുള്ള അവളുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്നത് തന്റെ ഗുരു മാത്രമായിരുന്നു. വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങിപ്പോയ മകളെ അവർ പിന്നീട് അന്വേഷിച്ചില്ല. ആശ്രമ കർമ്മങ്ങളും ഗുരു ശുശ്രൂഷയുമായി ജീവിച്ച മേരി 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസി ദീക്ഷ സ്വീകരിച്ച് ജനനി സുഭദ ജ്ഞാന തപസ്വിനി ആയി. അന്നു മുതൽ ഇന്ന് വരെ ഗുരു ശുശ്രൂഷയും ഗുരുവിന് ആഹാരം പാചകം ചെയ്യുക എന്ന മഹത്തരമായ കർമ്മവുമായി സർവാദരണീയ ജനനി പ്രാർത്ഥനാപൂർവം തന്റെ സന്യസ്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജനനിക്ക് വേണ്ടി, സർവാദരണീയ ജനനിക്ക് വേണ്ടി ഗുരുവിനോട് ഗുരുകാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുരു പറഞ്ഞു, സന്യാസം താലികെട്ട് കല്യാണം പോലെയുള്ള ഒരു ചടങ്ങല്ല. അങ്ങനെയാണെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളെന്നു പറയുന്നവയിൽ ചിലയിടത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ആവിധ കാര്യങ്ങളിൽ പാലിൽ വെള്ളം ചേർക്കും പോലെ കാലക്രമം കൊണ്ട് നമ്മുടെ സത്യജീവിതത്തിൽ കടന്നു വന്ന വൈകൃതങ്ങളാണ്. കണ്ണടച്ച് ഇരുട്ടാക്കും പോലെ കർമ്മങ്ങൾ അറ്റുപോകാൻ ഏതെങ്കിലും മൂലയ്ക്ക് കയറിക്കൂടലല്ല സന്യാസം. ശരീരം കർമ്മം ചെയ്യാനാണ്. ഈശ്വരാരാധന പോലും കർമ്മമാണ്. അതുകൊണ്ട് സന്യാസിയുടെ കർമ്മം സമൂഹത്തിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യലാണ്. മുൻപ് അങ്ങനെ ആയിരുന്നു. ഭാരത പുണ്യഭൂമിയിൽ സന്യാസിക്ക് കർമ്മം, അതായിരുന്നു സന്യാസം. സന്യാസത്തിന്റെ പേരിൽ കപടത എന്നാരംഭിച്ചുവോ അന്നു മുതൽ ഭാരതത്തിന്റെ അധപതനം തുടങ്ങി. ഇന്ന് സാനുമാഷ് പറഞ്ഞപ്പോൾ
ഗുരുവിൻ്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർത്തു. എല്ലാവർക്കും ഈ 40ാം സന്യാസി ദീക്ഷാ വാർഷികത്തിൽ, ആ വാർഷിക ദിനത്തിനെ ഉറ്റുനോക്കുന്ന എല്ലാവർക്കും ഗുരുവിൻ്റെ കാരുണ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശൻ. ഈ സത്സംഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ശ്രീ ജിജോഷ് എം അവർകളെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. പരമകാരുണ്യവാനായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമിച്ചുകൊണ്ട്, സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസി, സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി, ഇന്നത്തെ സത്സംഗത്തിലെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഏറെ ആദരണീയനായ MK സാനു മാസ്റ്റർ, ആദരണീയായ രാജയോഗിനി ബ്രഹ്മകുമാരി മിനി അവർകൾ, ആദരണീയ ജന്നി കരുണശ്രീ ജ്ഞാന തപസ്സിനി ഡോക്ടർ കിരൺ സാർ, അതുപോലെ തന്നെ ഈ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരും സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാരെ, ആത്മബന്ധുക്കളെ, നമ്മുടെ സർവസ്വമായ ഗുരുവിൻ്റെ സന്യാസ ദീക്ഷാ വാർഷിക ദിനം, ശാന്തിഗിരിയിലെ സന്യാസ ദീക്ഷാ വാർഷിക ദിനമായ ഒക്ടോബർ 13-ന്, വരുന്ന ഒക്ടോബർ 13-ന് നമ്മൾ സന്യാസി ദീക്ഷാ വാർഷികം വളരെ സമുചിതമായി ആചരിക്കുകയാണ്. 1984 ഒക്ടോബർ 4 വ്യാഴാഴ്ച ഗുരു തുടങ്ങിവെച്ച ഈ സന്യാസ ദീക്ഷയുടെ ഇന്ന് നമ്മൾ 40 വർഷം പിന്നിടുകയാണ്. ഈ ഒരു മഹനീയ ദിവസത്തിൽ നമ്മൾ സത്സംഗം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സത്സംഗത്തിൽ നമ്മൾ വളരെ മഹനീയമായ വാക്കുകളാണ് നമ്മുടെ ഗുരുവിനെയും അതുപോലെ ഈ സന്യാസത്തെയും പറ്റി നമ്മൾ അറിയാൻ പറ്റുന്നത്. നമ്മുടെ പരമ്പരയുടെ ഏറ്റവും വലിയ ഭാഗ്യമായി നമ്മൾ ഈ സത്സംഗത്തെ നമ്മൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു പരമ്പരയെ, ശാന്തിഗിരി പരമ്പരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം നമ്മുടെ പരമ്പര വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളെ പരമ്പര യഥാർത്ഥത്തിൽ ഈ സന്യാസവും അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമവും ചേർന്നുകൊണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന സ്വഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ പരമ്പരയിൽ വലിയൊരു ഗുരു ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സത്സംഗത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുത്ത ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസി സ്വാമിക്ക് ഞാൻ
ഗുരുധർമ്മ പ്രകാശ സഭ ശാന്തിഗിരി രക്ഷാകർതൃ സമിതിയുടെയും അതുപോലെ തന്നെ ആത്മവിദ്യാലയത്തിന്റെ പേരിലും ഗുരുനാമത്തിൽ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി സ്വാമിക്കും ഗുരുനാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമായ MK സാനു സാർ, എഴുത്തുകാരനും സാഹിത്യകാരനും അതുപോലെ തന്നെ പ്രഭാഷകനുമായ സാനു സാർ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കനായ സാനു സാർ ഇന്ന് നമ്മുടെ ഗുരുവിനെയും അതുപോലെ തന്നെ സന്യാസ ജീവിതത്തെയും പറ്റി പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു ഗുരുവിന്റെ ഒരു വലിയൊരു സ്നേഹം തന്നെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. സാനു സാറിനെ ഞാൻ ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ പേരിലും ശാന്തിഗിരി രക്ഷകർത്താ സമിതിയുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെയോ ഈ സത്സംഗത്തിൽ നമ്മളോട് സംസാരിച്ച തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായ രാജയോഗിനി ബ്രഹ്മകുമാരി മിനി അവർകളെയും ആ മഹത് വ്യക്തിത്വത്തിനും ഞാൻ ഗുരുനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആദരണീയ ജനനി, ഇന്നത്തെ യോഗത്തിന് ഈ സത്സംഗത്തിന് പ്രാർത്ഥന ചെയ്ത ആദരണീയ ജനനി കരുണശ്രീ ജ്ഞാന തപസ്വിനിക്കും ഗുരുനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 40 ശാന്തിഗിരി പരമ്പരയുടെ 40 വർഷത്തെ സന്യാസ ജീവിതത്തിന്റെ കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ പോലും വളരെ വ്യക്തമായ രീതിയിൽ നമ്മളോട് അവതരിപ്പിച്ച നമ്മുടെ ആത്മവിദ്യാലയത്തിന്റെ ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ മെന്ററായ ശ്രീ GR കിരൺ ഡോക്ടർ അവർകൾക്കും ഞാൻ ഗുരുനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഗുരുവാണി വായിച്ച ബ്രഹ്മചാരി സംഘമിത്രൻ S, ഗുരുവന്ദനം ചെയ്ത ശ്രീ ബ്രഹ്മചാരി സ്നേഹവല്ലി KM, കോമ്പയറിംഗ് നടത്തിയ ബ്രഹ്മചാരി നല്ലഭദ്ര SS എന്നിവർക്കും ഞാൻ ഗുരുനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത സർവാദരണീയരും ആദരണീയരും സമാദരണീയരുമായ സന്യാസിനിമാർക്കും ബ്രഹ്മചാരിണിമാർക്കും എല്ലാവർക്കും ഞാൻ ഗുരുനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രക്ഷാകർതൃ സമിതി അംഗങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ആത്മബന്ധുക്കൾക്കും ഞാൻ ആത്മവിദ്യാലയത്തിന്റെ പേരിലും ശാന്തിഗിരി രക്ഷാകർതൃ സമിതിയുടെ പേരിലും ഗുരുനാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. പ്രാർത്ഥനയോടെ ഈ സത്സംഗം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ആദരണീയ ജനനി കരുണശ്രീ ജ്ഞാന തപസ്വിനെ ക്ഷണിക്കുന്നു. കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവരും ദേവപരമ്പരയും എല്ലാവരും ദേവീ പരമ്പരയും എല്ലാവരും ഋഷി പരമ്പരയും എല്ലാവരും ഗുരു പരമ്പരയും സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു.